Hello students, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കോൾ ബൈ വാല്യൂ മെത്തേഡും കോൾ ബൈ റെഫറൻസ് മെത്തേഡുമാണ് പഠിച്ചത്. അതിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ ചെയ്ത് നോക്കി. എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്പ്. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ്. ഒരു ഫംഗ്ഷൻ നമ്മൾ ലോക്കൽ ഫംഗ്ഷൻ എന്നും പറയും, ഗ്ലോബൽ ഫംഗ്ഷൻ എന്നും പറയും. എന്താണ് ലോക്കൽ ഫംഗ്ഷനും ഗ്ലോബൽ ഫംഗ്ഷനും? നമ്മൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുന്നത് നമ്മുടെ മെയിൻ ഫംഗ്ഷനകത്തോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഫംഗ്ഷനകത്തോ നമ്മൾ ഡിക്ലെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് ലോക്കൽ ഫംഗ്ഷൻ. ഇനി എന്താണ് ഗ്ലോബൽ ഫംഗ്ഷൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത്? ഗ്ലോബൽ ഫംഗ്ഷൻ നമ്മൾ എപ്പോഴും മെയിൻ ഫംഗ്ഷന് പുറത്ത് ഒരു പ്രോഗ്രാമിൻ്റെ ബിഗിനിങ്ങിലായിരിക്കും നമ്മൾ എഴുതുന്നത്. ആ ഫംഗ്ഷൻ പറയുന്ന പേരാണ് ഗ്ലോബൽ ഫംഗ്ഷൻ. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കൽ ഫംഗ്ഷൻ നമ്മൾ ഒരു ഫംഗ്ഷനകത്ത് എഴുതുന്നതുകൊണ്ട് ആ ഫംഗ്ഷൻ അകത്ത് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ, പുറത്ത് നിന്നുകൊണ്ട് കോൾ ചെയ്യാൻ പറ്റില്ല. അതേസമയത്ത് ഗ്ലോബൽ ഫംഗ്ഷൻ നമുക്ക് ഏതൊരു ഫംഗ്ഷനിലും കോൾ ചെയ്യാം. അതായത് മെയിൻ ഫംഗ്ഷന് പുറത്തായതുകൊണ്ട് നമ്മൾ ആ ഒരു പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്ന എത്ര ഫംഗ്ഷൻസ് ഉണ്ടോ ആ ഫംഗ്ഷൻസിൽ നിന്നെല്ലാം നമുക്ക് ഈ ഗ്ലോബൽ ഫംഗ്ഷനെ കോൾ ചെയ്യാൻ പറ്റും. അതാണ് സ്കോപ്പ് ഓഫ് എ ഗ്ലോബൽ ഫംഗ്ഷൻ ആൻഡ് സ്കോപ്പ് ഓഫ് എ ലോക്കൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അടുത്തത് റിട്ടേൺ വാല്യൂ എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ എക്സാമ്പിൾസൊക്കെ നോക്കിയപ്പോൾ ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ പ്രോഗ്രാമിൽ വോയിഡ് സ്വാപ്പാണ്. ദാറ്റ് മീൻസ് നമ്മൾ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ വോയിഡ് ആണ്. വോയിഡ് മീൻസ് ഒന്നുമില്ല, നമ്മൾ വാല്യൂസ് ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല. അങ്ങനെ ഉള്ളതാണ് നമ്മൾ വോയിഡ് എന്ന് ഇനിഷ്യലൈസ് ചെയ്യുന്നത്. അതേസമയത്ത് ഞാനിവിടെ റിട്ടേൺ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻറ്റെന്നോ ഫ്ലോട്ടെന്നോ ക്യാരക്ടർ ടൈപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു ടൈപ്പ് ഉണ്ടെങ്കിൽ അവിടെ നമുക്കൊരു റിട്ടേൺ വാല്യൂവും കാണും. ഓക്കെ, അതിനെയാണ് റിട്ടേൺ വാല്യൂ ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ് നമുക്ക് C++ ഇൻബിൽറ്റ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ് നമുക്ക് നോക്കാം. ഒന്നാമത്തത് കമ്പ്യൂട്ടേഷണൽ ഫംഗ്ഷൻ. എന്താണ് കമ്പ്യൂട്ടേഷണൽ ഫംഗ്ഷൻ? എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കമ്പ്യൂട്ടേഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് കമ്പ്യൂട്ടേഷണൽ ഫംഗ്ഷൻ. അതൊരു വാല്യൂ റിട്ടേൺ ചെയ്യുകയും ചെയ്യും. അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ സ്ട്രിംഗ് ഫംഗ്ഷൻസ് പഠിച്ചപ്പോൾ നമ്മൾ നോക്കിയായിരുന്നു സ്ട്രിംഗ് ലെങ്ത് എന്നൊരു ഫംഗ്ഷൻ. strlen എന്ന് പറയുന്നത് സ്ട്രിംഗ് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഒരു ഇൻബിൽറ്റ് ഫംഗ്ഷനാണ്. അപ്പം ഇതിൻ്റെ പ്രത്യേകത, നമ്മൾ ഏതെങ്കിലും ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കുമ്പോൾ അത് എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടെന്നുള്ളത് റിട്ടേൺ ചെയ്യും. അപ്പം അതൊരു റിട്ടേൺ ടൈപ്പ് ഉള്ള ഫംഗ്ഷനാണ്. അതാണ് ഒരു കമ്പ്യൂട്ടേഷണൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് എ മാനിപ്പുലേറ്റീവ് ഫംഗ്ഷൻ. എന്താണ് ഒരു മാനിപ്പുലേറ്റീവ് ഫംഗ്ഷൻ? അത് ജസ്റ്റ് മാനിപ്പുലേഷൻസ് നടത്തുകയേ ഉള്ളൂ. അത് റിട്ടേൺ ചെയ്യുന്നത് സക്സസ് ഓർ ഫെയിലിയർ, അതായത് 0 or 1 അതായിരിക്കും അത് റിട്ടേൺ ചെയ്യുന്നത്. സക്സസ് ആണെങ്കിൽ 1 ആയിരിക്കും, ഫെയിലിയർ ആണെങ്കിൽ 0 ആയിരിക്കും. ഫോർ എക്സാമ്പിൾ സ്ട്രിംഗ് കമ്പയർ, strcmp എന്ന് പറയുന്നത് നമ്മൾ സ്ട്രിംഗ് ഫംഗ്ഷൻസ് ആണ്. സ്ട്രിംഗ് ഫംഗ്ഷനിൽ രണ്ട് സ്ട്രിംഗ് തമ്മിൽ കമ്പയർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് strcmp. അവിടെ നമ്മൾ സ്ട്രിംഗ് കമ്പയർ ചെയ്യുമ്പോൾ രണ്ട് സ്ട്രിങ്സും സെയിം ആണെങ്കിൽ നമുക്ക് 1 എന്ന് റിട്ടേൺ ചെയ്യും. രണ്ട് സ്ട്രിങ്ങും സെയിം അല്ലെങ്കിൽ നമുക്ക് 0 എന്ന് റിട്ടേൺ ചെയ്യും. അപ്പോൾ അവിടെ നമുക്ക് റിട്ടേൺ ചെയ്യുന്നത് 1 or 0, അതായത് സക്സസ് ഓർ ഫെയിലിയർ. അതാണ് ഒരു മാനിപ്പുലേറ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഒരു പ്രൊസീജിയറൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ ചില ആക്ഷൻസ് പെർഫോം ചെയ്യും, പക്ഷേ അത് ഒന്നും റിട്ടേൺ ചെയ്യില്ല. അതുപോലെ സക്സസ് ഓർ ഫെയിലിയർ എന്നും റിട്ടേൺ ചെയ്യില്ല. രണ്ടും റിട്ടേൺ ചെയ്യാത്ത ഫംഗ്ഷൻസ് ആണ് പ്രൊസീജിയറൽ ഫംഗ്ഷൻ. നമുക്ക് അതിൻ്റെ എക്സാമ്പിൾസ് നമുക്കറിയാം. ക്ലിയർ സ്ക്രീനും ഗെറ്റ് CHും. എന്താണ് ക്ലിയർ സ്ക്രീൻ യൂസ് ചെയ്യുന്നത്? ജസ്റ്റ് സ്ക്രീൻ ക്ലിയർ ചെയ്യുന്നതേ ഉള്ളൂ, വേറെ ഒന്നും അത് റിട്ടേൺ ചെയ്യുന്നില്ല. അതുപോലെ ഗെറ്റ് CH എന്ന് പറയുന്നത് നമ്മൾ കീബോർഡിൽ ഒരു ക്യാരക്ടർ എൻ്റർ ചെയ്യുമ്പോൾ നമ്മുടെ പ്രോഗ്രാമിൽ നിന്നും അത് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. അതാണ് ഗെറ്റ് CH എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രണ്ട് ഫംഗ്ഷൻസും ശരിക്കും ഒരു വാല്യൂസും റിട്ടേൺ ചെയ്യുന്നില്ല. അതാണ് പ്രൊസീജിയറൽ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയൊരു ചെറിയ എക്സാമ്പിൾ നമ്മളിപ്പം പഠിച്ച ഫംഗ്ഷൻസിൻ്റെ വെച്ചിട്ടുള്ളൊരു ചെറിയ എക്സാമ്പിളാണ്. റൈറ്റ് എ ഫംഗ്ഷൻ ബിഗ് ടു ഫൈൻഡ് ലാർജസ്റ്റ് ഓഫ് 2 numbers ആൻഡ് യൂസ് ദിസ് ഫംഗ്ഷൻ ഇൻ ദ മെയിൻ പ്രോഗ്രാം ടു ഫൈൻഡ് ലാർജസ്റ്റ് ഓഫ് 3 numbers. അതായത് ബിഗ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നമ്മൾ ഒരു ഫംഗ്ഷൻ എഴുതുക. ആ ഫംഗ്ഷൻ 2 നമ്പേഴ്സ് തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഫംഗ്ഷനാണ്. അതിനുശേഷം ഈ ഒരു പ്രോഗ്രാം യൂസ് ചെയ്ത് നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്ത് നമ്മൾ 3 നമ്പേഴ്സ് തമ്മിൽ കമ്പയർ ചെയ്ത് അതിൻ്റെ ലാർജസ്റ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പ്രോഗ്രാം. ഞാൻ പ്രോഗ്രാം എഴുതി വെച്ചിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കാം. ഇതാണ് ആ പ്രോഗ്രാം. ഞാൻ അതിന് ലാർജ് എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്.
അപ്പോൾ ഞാൻ പ്രോഗ്രാം ഒന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. ക്ലിയർ സ്ക്രീനിന് ശേഷം ഞാൻ ഇൻറ്റ് എ ബി സി ലാർജ്. എന്താണ് ഇൻറ്റ് എ ബി സി ലാർജ്? ഞാൻ 4 വേരിയബിൾസ് ഡിഫൈൻ ചെയ്യുകയാണ്. എ ബി സി എന്ന് പറയുന്നത് നമുക്ക് 3 നമ്പേഴ്സ് എൻ്റർ ചെയ്യാനും, ലാർജ് എന്ന് പറയുന്നത് നമുക്ക് ലാർജർ വാല്യൂ കണ്ടുപിടിച്ച് ആ ഒരു വേരിയബിൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലാർജ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താണ് ഈ ഒരു സ്റ്റെപ്പ്? എന്താണ് ഇൻറ്റ് ബിഗ്? ഇൻറ്റ് എന്ന് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് മീൻ ചെയ്യുന്നത്? ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഡിക്ലറേഷൻ. അതായത് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഈ പ്രോഗ്രാമിലുണ്ടെന്ന് നമുക്ക് കമ്പ്യൂട്ടറിന് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഫംഗ്ഷൻ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. അതാണ് ഇൻറ്റ് ബിഗ്, ഇൻറ്റ് എന്ന് നമ്മൾ എഴുതുന്നത്. ഇനി എൻ്റർ 3 നമ്പേഴ്സ് സി ഇൻ എ ബി സി. നമ്മൾ 3 നമ്പേഴ്സ് എൻ്റർ ചെയ്ത് കൊടുത്തു. ലാർജ് ഈസ് ഈക്വൽ ടു ബിഗ് ഓഫ് എ ആൻഡ് ബി. അതായത് ഈ ഫംഗ്ഷൻ ഇവിടെ എന്താണ് നമ്മൾ ചെയ്യുന്നത്? വി ആർ കോളിംഗ് ദി ഫംഗ്ഷൻ അല്ലേ? നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുകയാണ്. ഇവിടെ ഫംഗ്ഷൻ കോൾ ചെയ്യുകയാണ്. ബിഗ് എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്ക് എയും ബിയും ഞാൻ പാസ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം അതിൽ നിന്നും കിട്ടുന്ന റിസൾട്ട് ലാർജിലേക്ക് സ്റ്റോർ ചെയ്യും. ഓക്കെ, ആ ഫംഗ്ഷൻ ഡെഫിനിഷൻ നമുക്കൊന്ന് നോക്കാം. ഇതാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഇവിടെ നമ്മൾ ചെയ്യുന്നത് നോക്കാം. എയും ബിയും നമ്മൾ ബിഗിലേക്ക് പാസ് ചെയ്ത് കൊടുത്തു. അതെവിടെ ആയിരിക്കും വന്ന് സ്റ്റോർ ആവുന്നത്? എ വിൽ ബി സ്റ്റോർഡ് ഇൻ എക്സ് ആൻഡ് ബി വിൽ ബി സ്റ്റോർഡ് ഇൻ വൈ. എക്സിലും വൈയിലും എയും ബിയും സ്റ്റോറായി. ഇനി ഇവിടെ എന്താ ചെയ്യുന്നത്? വി ആർ കമ്പയറിങ് എക്സ് ആൻഡ് വൈ. എക്സ് ആണോ വൈ ആണോ വലുതെന്ന് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കും. എക്സ് ആണ് വലുതെങ്കിൽ എക്സിൻ്റെ വാല്യൂ റിട്ടേൺ ചെയ്യും. അതല്ല വൈ ആണ് വലുതെങ്കിൽ വൈയുടെ വാല്യൂ റിട്ടേൺ ചെയ്യും. അപ്പോൾ തിരിച്ചെന്താ സംഭവിക്കുന്നത്? റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എവിടെ സ്റ്റോർ ആവും? ലാർജ് എന്ന് പറയുന്ന വേരിയബിളിൽ ഈ ബിഗ് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ നിന്നും റിട്ടേൺ ചെയ്യുന്ന വാല്യൂ സ്റ്റോർ ആവും. അപ്പോൾ ഇപ്പോൾ ലാർജിൽ എന്താണ് സ്റ്റോറായി നിൽക്കുന്നത്? എയിലും ബിയിലും വലിയ വാല്യൂ ലാർജിൽ വന്ന് സ്റ്റോറായി. ഓക്കെ, അപ്പം നമ്മുടെ പണി കുറച്ച് എളുപ്പമായി. കാരണം എയും ബിയിലും വലുതെന്നത് ഓൾറെഡി നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ കിട്ടിയ വാല്യൂവും സിയും തമ്മിൽ കമ്പയർ ചെയ്ത് അതിലേതാണ് വരുന്നത് ചെക്ക് ചെയ്യുക. അതാണ് അടുത്ത സ്റ്റെപ്പ്. ഇഫ് സി ഗ്രേറ്റർ ദാൻ ലാർജ് ദെൻ ലാർജസ്റ്റ് നമ്പർ വിൽ ബി സി, അതർവൈസ് ദി ലാർജസ്റ്റ് നമ്പർ വിൽ ബി ലാർജ്. എയിലും ബിയിലും ഏതാണോ വലുത് അതാണല്ലോ ലാർജിൽ സ്റ്റോർ ആയിരിക്കുന്നത്. അപ്പോൾ സിയെ കാട്ടി അത് വലുതാണെങ്കിൽ അതായിരിക്കും നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടത്. സോ ഇഫ് സി ഗ്രേറ്റർ ദാൻ ലാർജ് റിട്ടേൺ സി, അല്ലെങ്കിൽ ഡിസ്പ്ലേ സി. അതല്ലെങ്കിൽ എയിലും ബിയിലും വലിയത് ഓൾറെഡി ലാർജിൽ സ്റ്റോർ ആയി നിൽപ്പുണ്ട്, അത് നമ്മൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, ഫംഗ്ഷൻ ക്ലിയർ ആയോ? അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഫംഗ്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. എയും ബിയും വാല്യൂസ് നമ്മൾ ബിഗ് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്ത് കൊടുക്കും. അതെവിടെയായിരിക്കും ചെന്ന് സ്റ്റോർ ആവുന്നത്? എക്സിലും വൈയിലും പോയി എയും ബിയും സ്റ്റോർ ആവും. ഇവിടെ എക്സും വൈയും തമ്മിൽ കമ്പയർ ചെയ്ത് അതിൽ വലിയ വാല്യൂ റിട്ടേൺ ചെയ്യും. റിട്ടേൺ ചെയ്യുന്നത് എപ്പോഴും സ്റ്റോർ ആവുന്നത് നമ്മൾ ഈക്വൽ ടു കൊടുത്ത് എവിടെയാണോ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ലാർജ് ഈക്വൽ ടു ബിഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗിൽ നിന്നും റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ലാർജിലേക്ക് സ്റ്റോർ ആവും. ഓക്കെ, ഇനി മറ്റേത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഏതാണോ വലുതെന്ന് കിട്ടും. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു ഫംഗ്ഷൻ. അതാണ് ഞാനതാണ് എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി അടുത്തത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഫംഗ്ഷൻ ആൻഡ് അറേസ്. ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് ആൻ എക്സാമ്പിൾ ഫോർ പാസിങ് എ അറേ ടു എ ഫംഗ്ഷൻ. അതായത് ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. നമ്മൾ ഇപ്പോൾ വേരിയബിൾസ് ചുമ്മാ പാസ് ചെയ്ത് കൊടുത്തു. അതിന് പകരം നമ്മൾ ഒരു ഫംഗ്ഷനിലേക്ക് ഒരു അറേ പാസ് ചെയ്ത് കൊടുക്കുകയാണ്. അറേ എന്ന് പറയാൻ നമുക്കറിയാം എന്താണെന്നുള്ളത്. ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഐറ്റംസ് ഹാവിങ് എ കോമൺ ഫീച്ചർ. അതായത് ഇൻറ്റിജർ ടൈപ്പ് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള എല്ലാ വാല്യൂസും ഇൻറ്റിജർ ടൈപ്പ് ആയിരിക്കും. ക്യാരക്ടർ ആണെങ്കിൽ അതിനുള്ള എല്ലാവരും ക്യാരക്ടർ ടൈപ്പ് ആയിരിക്കും. അങ്ങനെയുള്ള കോമൺ വാല്യൂസ് എല്ലാവരും കൂടി ചേർന്നുള്ളൊരു കളക്ഷൻ പറയുന്ന പേരാണ് അറേ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി അറേയെക്കുറിച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞു. അപ്പം ഒന്നുമില്ല, ഏതെങ്കിലും ഒരു ഫംഗ്ഷനിലേക്ക് നമ്മളൊരു അറേ പാസ് ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഫങ്ഷൻസ് ആൻഡ് അറേസ്, അല്ലെങ്കിൽ പാസിങ് ആൻ അറേ ടു എ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ അത് ചെയ്യുന്ന നോക്കുന്നില്ല, ജസ്റ്റ് പറഞ്ഞുതരാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വോയിഡ് ഡിസ്പ്ലേ നമ്മൾ എഴുതിയിരിക്കുന്നത് മെയിൻ ഫംഗ്ഷന് മുന്നേ ആണ്. സോ ദിസ് ഈസ് എ ഗ്ലോബൽ ഫംഗ്ഷൻ.
ഡിസ്പ്ലേ എന്ന് പറയുന്ന ഇത് ഒരു ഗ്ലോബൽ ഫംഗ്ഷനായിട്ടാണ് ഞാൻ ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. കാരണം ഇവിടെ നമുക്കപ്പോൾ ഇതിൻ്റെ ഡിക്ലറേഷൻ ആവശ്യമില്ല. കാരണം ഇതൊരു ഗ്ലോബൽ ഫംഗ്ഷനാണ്, മെയിൻ ഫംഗ്ഷന് പുറത്താണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് ഏതൊരു ഫംഗ്ഷനകത്ത് നിന്ന് വേണമെങ്കിലും ഈ ഡിസ്പ്ലേ എന്ന് പറയുന്ന ഫംഗ്ഷനെ നമുക്ക് കോൾ ചെയ്യാം. ഓക്കെ, അതും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ഇനി ഞാൻ മെയിൻ ഫംഗ്ഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണ്? ക്ലിയർ സ്ക്രീൻ ഇൻഡ് ഒരു AR എന്ന് പറയുന്ന ഒരു 10 നമ്പേഴ്സുള്ള ഒരു അറേ ഞാൻ ഇനിഷ്യലൈസ് ചെയ്തു. പിന്നെ n എന്നും i എന്നും പറയുന്ന 2 വേരിയബിൾസും ഇനിഷ്യലൈസ് ചെയ്തു. എൻ്റർ ദി സൈസ് ഓഫ് ദി അറേ, അറേയുടെ സൈസ് n എന്ന് ഞാൻ എൻ്റർ ചെയ്ത് കൊടുത്തു. എൻ്റർ ദി എലമെൻറ്റ്സ് എന്ന് പറഞ്ഞപ്പോൾ നമുക്കറിയാം അറേ എൻ്റർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാം. ഫോർ i = 0, i less than n, i++, c in AR i എന്ന് ഞാൻ എൻ്റർ ചെയ്ത് കൊടുത്തു. ഇത് നമ്മൾ അറേ എൻ്റർ ചെയ്യുകയാണ്, നമ്മൾ കൺസോളിലേക്ക് അറേ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി എൻ്റേർഡ് എലമെൻറ്റ്സ് ആർ, ഇനി എനിക്കത് ഡിസ്പ്ലേ ചെയ്യണം. ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ അറേയെ ഡിസ്പ്ലേ എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുകയാണ്. അറേ പാസ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പേര് മാത്രം കൊടുത്താൽ മതി, സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കേണ്ട കാര്യമില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ സൈസ് ഡിറ്റക്റ്റ് ചെയ്ത് അത് പാസ് ചെയ്ത് കൊടുത്തോളും. ജസ്റ്റ് പേര് മാത്രമേ കൊടുക്കാവൂ, വേറെ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ n എന്ന് പറയുന്നത് ഒരു വേരിയബിളാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഈ അറേയും നമ്മുടെ നമ്പർ ഓഫ് ടേംസിൻ്റെ എന്നും എങ്ങോട്ട് പാസ്സാവും? ഈ ഒരു ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പം ഈ ഒരു ഫംഗ്ഷനിൽ പാസ് ചെയ്ത് കൊടുക്കുമ്പം ഇൻറ്റ്, ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്നതാണ് AR എന്ന് പറയുന്ന അറേ. ഇവിടെ റിസീവ് ചെയ്യുന്നത് A എന്ന് പറയുന്ന അറേയാണ്. A of i ആണ് റിസീവ് ചെയ്യുന്നത്. അപ്പം ഇത് AR അല്ല, A of i ആണ്. സോ ഇൻറ്റ്, ഇവിടെ കോമയില്ല, ഇൻറ്റ് A of i. ഇവിടെ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കണം. പാസ് ചെയ്യുന്ന സ്ഥലത്ത് സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല, പക്ഷേ അത് റിസീവ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കണം. പക്ഷേ അതിനകത്ത് നമ്മളൊന്നും എഴുതണ്ട, നമ്പർ ഓഫ് ടേംസ് ഒന്നും അവിടെ എഴുതേണ്ട കാര്യമില്ല. ഓക്കെ, ഇവിടെ ഇൻറ്റ് n നമുക്ക് ഇവിടെയും യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. കാര്യം രണ്ട് വേരിയബിൾസ് ആയതുകൊണ്ട് പ്രശ്നമില്ല. ഇത് ഒരു ഗ്ലോബൽ വേരിയബിൾ ആയതുകൊണ്ട് പ്രോബ്ലം ഒന്നുമില്ല. ഇനി അതല്ല, നിങ്ങൾക്ക് n-ന് പകരം വേറെ എന്തെങ്കിലും യൂസ് ചെയ്യണമെങ്കിൽ അത് k എന്നോ അല്ലെങ്കിൽ m എന്നോ എന്ത് വേണമെങ്കിലും നമുക്കിവിടെ യൂസ് ചെയ്യാം. ഇനി ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി നമുക്കറിയാം ഫോർ i = 0, i less than m, i++, c out A of i. ഇത് AR of i അല്ല, A of i ആണ്. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ സ്ഥലത്ത് സ്ക്വയർ ബ്രാക്കറ്റ് പ്രൊവൈഡ് ചെയ്യണം. ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സ്ഥലത്ത് സ്ക്വയർ ബ്രാക്കറ്റ് ഒന്നും പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാണ് ഫങ്ഷൻസ് ആൻഡ് അറേസ്. അടുത്തത് നമ്മൾ റിക്കർസീവ് ഫംഗ്ഷൻ ആണ്. അത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഞാനത് അടുത്ത ക്ലാസ്സിലെടുക്കാം. അതിൻ്റെ പ്രോഗ്രാം നമുക്ക് ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ട്.